അമ്മ ബോളിയല്ലോ വന്നിക്ക്. അത് ബോളി പൂർണ്ണം എന്നാക്കും ആക്ച്വലി? കടലപ്പരിപ്പ്. മെയിന് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ്, പഞ്ചസാര, ഏലക്ക. മാവോ? മൈദ മാവ്. അത് മാവ് കുഴക്കരത്തിൽ എന്നാ സ്പെഷ്യാലിറ്റി ഉണ്ടോ? പൂർണ്ണത്തോട് അതേ ടെക്സ്ചറിൽ മാവും ഇരിക്കണം. അത് അപ്പടി ആവണമെന്ന് ഈ മൈദാവ് എണ്ണയായി മൈദാവ് കുഴക്കരുത്. അതുപോലെ വേണ്ട വെള്ളം എണ്ണ നല്ലെണ്ണ വിടണം അല്ലേ? അതാക്ക് എന്താ കളറില്ല. മഞ്ഞപ്പൊടി. സെന്ററിൽ കൊഞ്ചം തിക്ക വെച്ചിട്ട് അതിൽ പൂർണ്ണത്തെ വെച്ച് പത്തിന നമുക്ക് എല്ലാ സ്ഥലത്തും ഈവന പൂർണ്ണം പരക്കും. സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആയിട്ടിരിക്കും. ഇത് അരിശപ്പൊടിയിലേക്കും. ഓ, ഇപ്പോൾ ഓരോ പ്രാവശ്യവും പൊടി പോടുന്നത് ദ ഫ്ലോർ ഇസ് റൈസ് ഫ്ലോർ. റൈസ് ഫ്ലോർ. അപ്പം ഈവന എല്ലാ സൈഡിലും പൂർണ്ണം വന്നിരിക്കും. സ്പ്രെഡ് ആവണം. മാവ് കട്ടിയായിട്ട് പൂർണ്ണം ലൂസാച്ചുന്ന സൈഡിലെല്ലാം മാവ് നടുവിലെ പൂർണ്ണം നിൽക്കും. മൂന്നെണ്ണം റെഡിയായിരിക്കും. 4 ബോളിയും കൂടി ഉരുട്ടി വെച്ചെടുക്കായി. 4 ബോളി. എനിക്ക് മാവ് കമ്മിയാക്കാൻ കുറച്ച്. കാരണം ഇനി അടുത്ത് ഉപ്പിട്ട് ഇത് പാൻ വന്നിട്ട് ഹോട്ടിലേ അല്ല സിമ്മറിലേ ആവപ്പാ? ഹോട്ടല് അത് നമ്മൾ കൺട്രോൾ பண்ணிட்டு இருக்கணும் ചൂട്. ഓയിൽ നല്ലെണ്ണയല്ലോ? നല്ലെണ്ണ നെയ്യും. അതുപോലെ നല്ലെണ്ണയിൽ പൊട്ടിയിട്ട് നെയ്യെ തേച്ച് സാപ്പിടണം. അത് ரொம்ப നന്നായിരിക്കും. നല്ലൊരു യെല്ലോയിഷ് ആൻഡ് ബ്രൗൺ കളർ വരുന്നത്. പെർഫെക്റ്റ്. ഇത് ടേസ്റ്റ് വേണ്ടി പാക്കലാമേ? ഓ, ശരിക്കും സോഫ്റ്റായി കിട്ടിയാ. ഓ, നെയ്യും കൂടി എന്തുന്ന സൂപ്പർ. കൊള്ളാം. അമ്മേ